ഫേസ്ബുക്ക് തിരഞ്ഞെടുത്ത 2016 10 മലയാള സിനിമകൾ. നിവിൻ പോളിയുടെ 2016 ഏറ്റവും വലിയ ഹിറ്റാണ് ആക്ഷൻ ഹീറോ ബിജു. എബ്രിഡ്ഷൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ ടൈറ്റിൽ റോളിൽ നിറഞ്ഞാടി. നിർമ്മാതാവ് എന്ന നിലയിലും നിവിന് അരങ്ങേറ്റം കുറിച്ചത് ആക്ഷൻ ഹീറോ ബിജുവിലൂടെയാണ്. രസകരമായ പാട്ടുകളും കോമഡി സീനുകളും ചെറു കഥാപാത്രങ്ങളുടെ മികവും ചിത്രത്തെ മനോഹരമാക്കി. കിസ്മത്ത് എന്നാൽ വിധി എന്നാണ് അർത്ഥം. മതാതീതമായ പ്രണയത്തിന്റെ ദുരന്ത വിധിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കിസ്മത്ത് എന്ന ഈ ചിത്രം. ഇർഫാൻ എന്ന 23-കാരനും അനിത എന്ന 28-കാരിയും പ്രണയിച്ചതിനു ശേഷം ഒന്നിച്ചു ജീവിക്കാൻ എടുത്ത തീരുമാനമാണ് ഈ സിനിമ. മതവും ജാതിയും പ്രായവും നോക്കാതെ പ്രണയിച്ച ഇവർക്ക് പറ്റിയതെന്തെന്ന് ചിത്രം പറയുന്നു. പ്രശസ്ത ഒരു ഇനം അലങ്കാര മത്സ്യമാണ് ഗപ്പി. ഈ ഗപ്പിയെ കേന്ദ്ര കഥാപാത്രമാക്കി എടുത്ത നന്മയുള്ള ഒരു കൊച്ചു സിനിമയാണ് ഗപ്പി. ക്ലീൻ എന്റർടൈൻമെന്റ് എന്നൊന്നും വിശേഷിപ്പിക്കാനാവില്ലെങ്കിലും മനസ്സിൽ തട്ടുന്ന ചില മുഹൂർത്തങ്ങൾ ഗപ്പിയിലുണ്ട്. തിരക്കഥാകൃത്തും നടനുമായ ദിലീഷ് പോത്തൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് മഹേഷിന്റെ പ്രതികാരം. ഫഹദ് ഫാസിലാണ് കേന്ദ്ര കഥാപാത്രമായ മഹേഷിനെ അവതരിപ്പിച്ചത്. മലനാടിന്റെ സ്വാഭാവികതയും മണവുമുള്ള ചിത്രമാണ് മഹേഷിന്റെ പ്രതികാരം. മനുഷ്യ ശരീരത്തിൽ നിന്നും ജീവാത്മാവ് നഷ്ടപ്പെട്ട് മരണം എന്ന പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വരെയുള്ള നിമിഷങ്ങളാണ് സുജിത് വാസുദേവ് സംവിധാനം ചെയ്ത ജെയിംസ് ആൻഡ് ആലീസിന്റെ ഇതിവൃത്തം. മലയാള സിനിമയിൽ അപൂർവമായ ഒരു സമീപന രീതിയാണിത്. പുണ്യാളൻ അഗർബത്തീസ്, ദൃശ്യം, മെമ്മറീസ് തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രഹനായിരുന്നു സുജിത് വാസുദേവ്. മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രമാണ് പുലിമുരുകൻ. 100 കോടി രൂപ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്ന ബഹുമതിയും പോയ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ പുലിമുരുകനാണ്. 2016 ഒക്ടോബർ 7 പ്രദർശനത്തിനെത്തിയ പുലിമുരുകൻ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. 2016 യുവാക്കളുടെ ഹരമായി മാറിയ ചിത്രമാണ് ആനന്ദം. നവാഗതനായ ഗണേഷ് രാജാണ് ആനന്ദം സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയതും ഗണേഷ് രാജ് തന്നെയാണ്. വിശാഖ് നായർ, അനു ആന്റണി, തോമസ് മാത്യു, അരുൺ കുര്യൻ, സിദ്ധി, റോഷൻ മാത്യു, അനാർക്കലി മരിക്കാർ എന്നീ പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരമായി അനുരാഗ കരിക്കിൻ വെള്ളത്തിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ പ്രണയ നായികയാണ് രജിഷ വിജയൻ. സൗന്ദര്യവും മിസ്റ്ററിയും ചേർത്ത് നിർമ്മിക്കപ്പെട്ട അനുരാഗ് കരിക്കിൻ വെള്ളം നിർമ്മിച്ചത് ഓഗസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജാണ്. സാധാരണമായ ഒരു കഥയെ രസകരമായ ചേരുവകൾ ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. കണ്ടു ശീലിച്ച പ്രേത സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു രഞ്ജിത് ശങ്കറിന്റെ പ്രേതം. കോമഡിയും അഭിനയവും സസ്പെൻസും കൊണ്ട് മികച്ചു നിൽക്കുന്നതായിരുന്നു പ്രേതം എന്ന സിനിമ.